1972 വനം വന്യജീവി നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി ആളുകൾ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ആക്രമണം തടയുക, ഉപാധിരഹിത പട്ടയം നൽകുക, വനവ്യാപന നീക്കങ്ങൾ ഉപേക്ഷിക്കുക, ബഫർ സോൺ സംബന്ധിച്ച സർക്കാർ നിലപാട് വ്യക്തമാക്കുക. ഈ ഭാഗത്തിന്റെ തൊട്ടുപിന്നാലെ കളക്ടറേറ്റ് പരിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ശ്രീ കെ സി ജോർജ് കോയിക്കൽ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ അനിയന്ത്രിതമായി വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക, വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കുക, നിർമ്മാണ നിരോധനം ഉൾപ്പെടെയുള്ള ഭൂപ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുക, വനവിസ്തൃതി വ്യാപന നീക്കങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. പൈനാവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ സമ്മേളനം ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. 1972 വനം വന്യജീവി നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. 1972 വന്യജീവി സംരക്ഷണ നിയമം കാലോചിതമായി പരിഹരിക്കേണ്ട കാലം കഴിഞ്ഞുവെന്ന് ഞങ്ങളിവിടെ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഏതെങ്കിലും ഒരു കൃഷിക്കാരന് മനസ്സുറച്ച് ലോൺ എടുത്ത് കൃഷി നടത്താൻ സാധിക്കുമോ? ഏല കർഷകർക്ക് സാധിക്കുമോ? കുരുമുളക് കർഷകർക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിളകൾ നടത്തുന്നവർക്ക് സാധിക്കുമോ? കാട്ടുപന്നി വന്ന് ആക്രമിക്കും, കുരങ്ങ് വന്ന് കർഷകരോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കാവുന്ന രീതിയിൽ എന്തോ അപരാധം അവനോട് ചെയ്തു എന്ന രീതിയിൽ ഏലത്തിന്റെ എല്ലാ ചിമ്പുകളും വലിച്ചു കീറി കുടിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർഷകരുടെ സ്വപ്നങ്ങളെല്ലാം മണ്ണോട് ചേരുകയാണ്. അതുകൊണ്ടല്ലേ ഇടുക്കി ജില്ലയിൽ നിന്ന് ജനം കുടിയിറങ്ങുന്നത്? അതുകൊണ്ടല്ലേ മറ്റൊരു ജില്ലയിൽ സംഭവിക്കാത്ത രീതിയിൽ ഇവിടെ ജനസംഖ്യയിൽ ഗണ്യമായ കുറവ് വരുന്നത്? ഫ്രാൻസിസ് ഇടവക്കണ്ട മുഖ്യപ്രഭാഷണം നടത്തി. സിജോ ഇലന്തൂർ, ജോർജ് കുട്ടി പുന്നക്കുഴി, ബിനോയ് കെ.യു, ഫാദർ ജോസ് ചിറ്റടിയിൽ, ഫാദർ ജിൻസ് കാരക്കാട്ട്, സാം മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ ഭാഗമായി.